മഴ തോർന്നിട്ടില്ല. അണമുറിയാതെ പെയ്ത വെള്ളം വീടുകളിലേക്കും നാടുകളിലേക്കും ഇരച്ചെത്തുകയാണ്. പക്ഷേ അതിലും വലിയൊരു ഭീഷണി ഈ മഴയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. പ്രളയജലം ഇറങ്ങിക്കഴിയുമ്പോൾ ബാക്കിയാകുന്ന ചെളിയും മലിനജലവുമാണ് ഇനി നമ്മെ കാത്തിരിക്കുന്ന യഥാർത്ഥ വില്ലന്മാർ. വെള്ളപ്പൊക്കത്തേക്കാൾ മാരകമായ രോഗാണുക്കളാണ് ഈ അവശിഷ്ടങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതിനാൽ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തിയേ തീരൂ. വെള്ളപ്പൊക്ക ശേഷം നമ്മെ തേടിയെത്തുന്ന ഏറ്റവും വലിയ നിശബ്ദ കൊലയാളിയാണ് എലിപ്പനി. എലി, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം കലർന്ന മലിനജലത്തിലൂടെയും ചെളിയിലൂടെയുമാണ് ഇത് പടരുന്നത്. ശരീരത്തിലെ ചെറിയ മുറിവുകളിലൂടെ പോലും രോഗാണുക്കൾ രക്തത്തിൽ കലരാം. അതിനാൽ ശുചീകരണത്തിന് ഇറങ്ങുന്നവർ നിർബന്ധമായും ഗം ബൂട്ടുകളും കയ്യുറകളും ധരിക്കുക. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ ഗുളിക കഴിക്കാനും മറക്കരുത്. ഇതോടൊപ്പം കിണറുകളിലും ടാങ്കുകളിലും മലിനജലം കലർന്ന് വയറിളക്കം, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകൾ നിർബന്ധമായും ക്ലോറിനേറ്റ് ചെയ്യുക. വെള്ളക്കെട്ടുകളിൽ കൊതുകുകൾ പെരുകി ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയക്കും സാധ്യത ഏറെയാണ്. ഇതുകൂടാതെ സുരക്ഷിത ഇടങ്ങൾ തേടി പാമ്പുകളും വിഷജീവികളും വീടുകൾക്കുള്ളിൽ കയറാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണം. കുട്ടികൾ, പ്രായമായവർ, കർഷകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പ്രത്യേക കരുതലെടുക്കേണ്ടതുണ്ട്. ഈ മഴക്കാലത്ത് നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലോ വീടുകളിലോ ആകട്ടെ, താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ ഒട്ടും വീഴ്ച കാണിക്കരുത്. ഇവയാണവ: ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ച ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. പഴകിയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. പനിയോ ശരീരവേദനയോ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടനടി ഡോക്ടറെ കാണിക്കുക. കൃത്യമായ ശുചിത്വവും ജാഗ്രതയും പാലിച്ചാൽ ഈ ആരോഗ്യ ഭീഷണിയെ നമുക്ക് പ്രതിരോധിക്കാം. സുരക്ഷിതരായിരിക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം.